ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഖത്തർ. സംഘർഷം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായി അന്താരാഷ്ട്ര ഇടപെടലുണ്ടാകണം. മേഖലയിലും അന്താരാഷ്ട്ര തലത്തിലും സുരക്ഷ ഉറപ്പാക്കാൻ ഖത്തർ എല്ലാ സഹായവും നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം. പ്രാദേശിക ആഗോള സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും എല്ലാവരും സ്വയം സംയമനം പാലിക്കണമെന്നും കുവൈത്ത് അഭ്യർത്ഥിച്ചു. ലോകത്ത് സമാധാനവും സുരക്ഷയും സംരക്ഷിക്കണം. യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള UN രക്ഷാസമിതിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. സംഘർഷങ്ങളുടെ മൂലകാരണം പരിഹരിക്കണമെന്നും കുവൈത്ത് ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയെ യുദ്ധത്തിലേക്ക് നയിക്കുന്നത് വലിയ അപകടത്തിനിടയാക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം. മേഖലയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയ സൗദി സുരക്ഷയും സമാധാനവും നിലനിർത്താൻ UN സുരക്ഷാ സമിതി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. പ്രദേശത്തെയാകെ യുദ്ധത്തിലേക്ക് നയിക്കുന്നത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കും. മേഖലയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള UN സുരക്ഷാ കൗൺസിലിന്റെ ഉത്തരവാദിത്തം നിറവേറ്റേണ്ട സമയമാണിപ്പോൾ. മേഖലയിൽ സൈനിക വിന്യാസം വർദ്ധിക്കുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നതായും സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ രൂപപ്പെട്ട പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചും രാജ്യം കടുത്ത ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. എല്ലാ കക്ഷികളോടും പരമാവധി സംയമനം പാലിക്കുവാനും മേഖലയെയും അവിടുത്തെ ജനങ്ങളെയും യുദ്ധത്തിന്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനും സൗദി ആഹ്വാനം ചെയ്തു. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ച ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണം നടത്തിയ ഇറാൻ നടപടിക്ക് ശേഷമാണ് സൗദിയുടെ ആഹ്വാനം. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്ത് എയർവേസ് ഫ്ലൈറ്റുകൾ പുനഃക്രമീകരിച്ചു. വ്യോമാതിർത്തി അടച്ച രാജ്യങ്ങളിലേക്ക് ഒഴികെയുള്ള സർവീസുകൾ തുടരുമെന്ന് കുവൈത്ത് എയർവേസ് അറിയിച്ചു. നിലവിൽ ഇറാഖ്, ഇറാൻ, ലബനൻ എന്നീ രാജ്യങ്ങളാണ് വ്യോമാതിർത്തി അടച്ചത്. നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങളുടെ ഭാഗമായി വ്യോമപാത അടച്ചിരുന്നു. എന്നാൽ വ്യോമാതിർത്തി തുറക്കുകയും യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന സാഹചര്യമില്ലാത്ത പശ്ചാത്തലത്തിലുമാണ് സർവീസുകൾ പുനരാരംഭിച്ചത്. ഗസയിലേക്കുള്ള സഹായം തുടർന്ന് കുവൈത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ സഹായവുമായി രണ്ടാമത്തെ കപ്പൽ പുറപ്പെട്ടതായി കുവൈത്ത് റിലീഫ് സൊസൈറ്റി അറിയിച്ചു. ഗസ ഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി നേരത്തെയും കപ്പൽ അയച്ചിരുന്നു. തുർക്കി നഗരമായ മെർസിനിൽ നിന്ന് ഈജിപ്ഷ്യൻ തുറമുഖമായ അൽ അരീഷിലേക്കാണ് കപ്പൽ പുറപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ പരിക്കേറ്റവർക്കും പലായനം ചെയ്യപ്പെടുന്നവർക്കും പിന്തുണയും ആശ്വാസവും നൽകലാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഒമാനിൽ കനത്ത മഴയിൽ മലയാളിയുൾപ്പെടെ 12 പേർ മരിച്ചു. പത്തനംതിട്ട കടമ്പനാട് സ്വദേശി സുനിൽ കുമാറാണ് മരിച്ചത്. ബിദിയയിലെ സനയയിൽ ഇദ്ദേഹം നടത്തിയിരുന്ന വർക്ക്ഷോപ്പിന്റെ മതിൽ തകർന്നാണ് അപകടം. ഇന്ന് ഉച്ചയ്ക്ക് 1:30 സംഭവം. മരിച്ച മറ്റുള്ളവർ സ്വദേശി പൗരന്മാരാണ്. ഇതിൽ 9 പേർ കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബിനു എസ് കൊട്ടാരക്കര ചേരുന്നു. ബിനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ നിലവിൽ തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളം കയറിയതായും റിപ്പോർട്ടുകൾ ഉണ്ട്. കനത്ത മഴയിൽ മലയാളികൾ ഉൾപ്പെടെ 12 പേർ മരിച്ചിട്ടുണ്ട്. ഇതിൽ 9 പേരും കുട്ടികളാണ്. ഇവർ വിദ്യാർത്ഥികൾ കൂടിയാണ്. പത്തനംതിട്ട കടമ്പനാട് സ്വദേശി സുനിൽകുമാറാണ് ബിദിയയിലെ സനയിൽ മരിച്ചത്. വാതി കുത്തിയൊലിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം നടത്തിയിരുന്ന വർക്ക്ഷോപ്പിന്റെ മതിൽ തകർന്നാണ് അപകടം. ഇന്ന് ഉച്ചയ്ക്ക് 1:30 സംഭവം നടന്നിരിക്കുന്നത്. മരിച്ച മറ്റുള്ളവർ ഒമാൻ സ്വദേശി പൗരന്മാരാണ്. പിന്നെ നിലവിൽ നിരവധി പേർ വാദിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാനിലെ വടക്കൻ ഗവർണറേറ്റുകളിലാണ് കൂടുതൽ മഴ തുടരുന്നത്. പലയിടത്തും വാദികൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. റോയൽ ഒമാൻ പോലീസിന്റെയും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ 4 ഗവർണറേറ്റുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മസ്കറ്റ്, തെക്ക് വടക്ക് ഷർക്കിയ, ദാഖിലിയ എന്നീ ഗവർണറേറ്റുകളിലെ പൊതു സ്വകാര്യ വിദേശ സ്കൂളുകൾക്കാണ് അവധി നൽകിയത്. വാദികളിലും മറ്റും കുടുങ്ങിയ നിരവധി പേരെ റോയൽ ഒമാൻ പോലീസിന്റെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി അമ്രാത്ത് ബൌഷർ ചുരം റോഡ് താൽക്കാലികമായി അടച്ചതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട്. വെള്ളം കയറിയതിനെ തുടർന്ന് ഇസ്കിയിലെ വീട്ടിൽ നിന്ന് 7 പേരെ രക്ഷപ്പെടുത്തി. വാദികളിൽ നിരവധി വാഹനങ്ങൾ ഒഴുക്കിപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്.
സമർഷാനിൽ വാദി റൌദ സ്കൂൾ കെട്ടിടത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. നഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്കൂൾ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയോടെ തന്നെ മഴ ആരംഭിച്ചുവെങ്കിലും ഞായറാഴ്ച പുലർച്ചെയോടെയാണ് കരുത്താർജിച്ചത്. വാദികളും മറ്റും നിറഞ്ഞൊഴുകുന്നതാൽ ജാഗ്രത പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്ത് ബുധനാഴ്ച വരെ കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും നാഷണൽ മൾട്ടി ഹാൻഡ്സ് എയർലി വാർണിംഗ് സെന്ററും അറിയിച്ചിട്ടുണ്ട്. സൈഫാൻ. ശരി, ഒമാനിൽ കനത്ത മഴയിൽ മലയാളി ഉൾപ്പെടെ 12 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദവിവരങ്ങൾ നൽകുകയായിരുന്നു ബിനു എസ് കൊട്ടാരക്കര. ഇനിയൊരു ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഉംറ വിസ കാലാവധിയിൽ മാറ്റം വരുത്തിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഇനി മുതൽ വിസ അനുവദിക്കുന്ന ദിവസം മുതൽ 3 മാസമാണ് വിസയുടെ കാലാവധിയായി കണക്കാക്കുക. ദുൽഖഅദ് 15-നുള്ളിൽ എല്ലാ തീർത്ഥാടകരും സൗദി വിട്ട് പുറത്തു പോകണമെന്നും മന്ത്രാലയം അറിയിച്ചു. 90 ദിവസമാണ് നിലവിൽ ഉംറ വിസയുടെ കാലാവധി. സൗദിയിൽ പ്രവേശിച്ചതു മുതലായിരുന്നു ഇതുവരെ ഇത് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇനി മുതൽ വിസ അനുവദിക്കുന്ന ദിവസം മുതൽ 3 മാസം വരെയായിരിക്കും ഉംറ വിസ കാലാവധി കണക്കാക്കുകയെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വർഷവും ദുൽഖഅദ് 15-ന് ഉംറ വിസ കാലാവധി അവസാനിക്കും. അതായത് ദുൽഖഅദ് 15-നുള്ളിൽ എല്ലാ ഉംറ തീർത്ഥാടകരും സൗദി വിട്ട് പുറത്തു പോകണം. നേരത്തെ ദുൽഖഅദ് 29 വരെ ഇതിന് സമയം അനുവദിച്ചിരുന്നു. ഹജ്ജ് നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് കാലാവധി 14 ദിവസം കുറച്ചതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഹജ്ജ് കഴിഞ്ഞാലുടൻ ദുൽഹജ്ജ് 15 മുതൽ തന്നെ പുതിയ സീസണിലേക്കുള്ള ഉംറ വിസക്ക് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങും. ദുൽഖഅദ് 14 വരെ അപേക്ഷ സ്വീകരിക്കുന്നത് തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഉംറ വിസയിലെത്തി ജോലി ചെയ്യുന്നത് കടുത്ത ശിക്ഷാർഹമാണെന്നും ഇത്തരക്കാർ പിടിയിലായാൽ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഉംറ വിസയിലും സന്ദർശക വിസയിലും എത്തുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ അനുവാദമുണ്ടാകില്ല. എന്നാൽ സന്ദർശക വിസയിലുള്ളവർക്ക് ഹജ്ജ് കാലത്തും വിസ കാലാവധി ദീർഘിപ്പിക്കാൻ അനുവാദമുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. യുഎഇയിലെ ഏഷ്യൻ വിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കമാവും. 100 കണക്കിന് വിദ്യാർത്ഥികളാകും ആദ്യാക്ഷരങ്ങൾ നുകരാൻ വിദ്യാലയങ്ങളിൽ എത്തുന്നത്. റോഡുകളിൽ തിരക്കേറുന്നതിനാൽ കുറ്റമറ്റ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വിവിധ പോലീസ് സേനകളും രംഗത്തുണ്ട്. പുത്തൻ യൂണിഫോമും പുതിയ പുസ്തകങ്ങളും ബാഗുകളുമായി കുട്ടികൾ ഒരുങ്ങിയിരിക്കുന്നു. വീണുകിട്ടിയ നല്ലൊരു അവധിക്കാലം പിന്നിട്ടാണ് കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് നാളെ തിരിച്ചെത്തുന്നത്. സെപ്റ്റംബറിൽ അധ്യയന വർഷം തുടങ്ങുന്ന വിദ്യാലയങ്ങൾ 2 ആഴ്ചയുടെ വസന്തകാല അവധിക്കും ഒരാഴ്ച നീണ്ടുനിന്ന ഈദുൽ ഫിത്തർ അവധിക്കും പിന്നാലെയാണ് സ്കൂളുകളിലേക്ക് മടങ്ങുന്നത്. നവാഗതരെ സ്വീകരിക്കാൻ വിദ്യാലയങ്ങൾ വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് മുറികൾ അലങ്കരിച്ചും പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിച്ചുമാണ് അധ്യാപകരും സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളെ സ്വീകരിക്കുക. നിരവധി വിദ്യാർത്ഥികളാണ് വിവിധ ക്ലാസുകളിൽ പ്രവേശനം നേടിയിരിക്കുന്നതും. വിദ്യാർത്ഥികളുടെ അഡ്മിഷനും പാഠപുസ്തകങ്ങളുടെയും യൂണിഫോമുകളുടെയും വിൽപ്പനയുമായി വലിയ തിരക്ക് തന്നെയായിരുന്നു പെരുന്നാൾ അവധിക്ക് മുന്നേ ഏഷ്യൻ സ്കൂളുകളിൽ. വിപണിയിൽ പെരുന്നാൾ വിപണിക്കൊപ്പം തന്നെ ബാക്ക് ടു സ്കൂൾ വിപണിയും സജീവമായിരുന്നു. ഇന്ത്യൻ വിദ്യാലയങ്ങളിലെ KG ക്ലാസുകളിലേക്കുള്ള അഡ്മിഷന് ഇക്കുറിയും വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. അബുദാബി, ദുബൈ, ഷാർജ എന്നിവിടങ്ങളിലെ പല സ്കൂളുകളിലും ജനുവരിയോടെ തന്നെ അഡ്മിഷൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അപേക്ഷകരുടെ ആധിക്യം കാരണം പല വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. CBSE 10, 12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് UAEയിൽ വിദ്യാലയങ്ങൾക്ക് അവധി. ഏപ്രിൽ മാസം അധ്യയന വർഷം ആരംഭിക്കുന്ന വിദ്യാലയങ്ങളുടെ ആദ്യപാദം ജൂൺ 28-ന് അവസാനിക്കും. മീഡിയ 1, ദുബൈ. ദുബൈയിൽ 6 വരി തുരങ്കപാത വരുന്നു. ആകെ 1.6 കിലോമീറ്ററാണ് പുതിയ തുരങ്കപാതയുടെ ദൈർഘ്യം. അൽ ഷിന്തഗ ഇടനാഴി പദ്ധതിയുടെ 4ാം ഘട്ടമായാണ് ടണൽ പദ്ധതി. ദുബൈയിൽ ഇരുഭാഗങ്ങളിലുമായി മണിക്കൂറിൽ 12,000 വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുമാറാണ് 1.6 കിലോമീറ്റർ നീളമുള്ള 6 വരി തുരങ്കപാത വരുന്നത്. ദുബൈ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇതിനുള്ള നിർമ്മാണ കരാർ കൈമാറി. ദേര ഇൻഫിനിറ്റി പാലത്തിന്റെ റാമ്പ് മുതൽ അൽ ഖലീജിന്റെയും കെയ്റോ സ്ട്രീറ്റിന്റെയും ജംഗ്ഷൻ വരെ നീളുന്നതാണ് പുതിയ തുരങ്കപാത. അൽ ഖലീജ് സ്ട്രീറ്റ് ടണൽ എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. അബുഹൈൽ, അൽ ബുഹൈദ, അൽ മംസാർ, ദുബൈ ഐലൻഡ്, ദുബൈ വാട്ടർഫ്രണ്ട് മാർക്കറ്റ്, അൽഹംദിയ തുറമുഖം എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി ഇതോടെ വർദ്ധിക്കും. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അൽ ഖലീജ് സ്ട്രീറ്റ് ടണൽ അൽ ഷിന്തഗ കോറിഡോർ മെച്ചപ്പെടുത്തൽ പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. മീഡിയ 1, ദുബൈ. ഫെബ്രുവരിയിൽ വിപണിയിൽ പണലഭ്യത വർദ്ധിച്ചതായി കുവൈത്ത് സെൻട്രൽ ബാങ്ക്.
പണവിതരണം 0.9% വർദ്ധിച്ച് 39.2 ബില്യൺ ദിനാറാണ് രേഖപ്പെടുത്തിയത്. നേരത്തെ വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സെൻട്രൽ ബാങ്ക് സ്വീകരിച്ചിരുന്നു. പ്രാദേശിക ബാങ്കുകളിലെ സ്വകാര്യ മേഖലയുടെ ദിനാറിലെ നിക്ഷേപം 1% വർദ്ധിച്ച് 35.8 ബില്യൺ ദിനാറിലെത്തി. എന്നാൽ വിദേശ കറൻസികളിലെ നിക്ഷേപം 4.2% കുറഞ്ഞ് 1.7 ബില്യൺ ദിനാറിലെത്തിയതായി അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ ഹോം ബയോമെട്രിക് സേവനങ്ങൾ ആരംഭിക്കുന്നു. നിർബന്ധിത ബയോമെട്രിക് വിരലടയാളത്തിനുള്ള 3 മാസത്തെ സമയപരിധി ജൂണിൽ അവസാനിക്കാനിരിക്കെയാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ സേവനം നടപ്പിലാക്കുന്നത്. പ്രായമായവർക്കും രോഗികൾക്കുമാണ് സേവനങ്ങൾ ലഭിക്കുക. ഇതിനാവശ്യമായ ബയോമെട്രിക് ഉപകരണങ്ങൾ ലഭ്യമാക്കിയതായി അധികൃതർ അറിയിച്ചു. കരവ്യോമ അതിർത്തികളിലും രാജ്യത്തെ മറ്റ് സേവന കേന്ദ്രങ്ങളിലും ബയോമെട്രിക്സ് രജിസ്ട്രേഷനായുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സാഹേൽ ആപ്പ് വഴിയും മെറ്റ വഴിയും അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാം. UAE റാസൽ ഖൈമയിലെ മലയിൽ കുടുങ്ങിയ 2 പേരെ പോലീസ് രക്ഷപ്പെടുത്തി. 4500 അടി ഉയരത്തിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതിലൊരാൾക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട്. സന്ദേശം ലഭിച്ചയുടൻ പോലീസ് റെസ്ക്യൂ സംഘം സ്ഥലത്ത് എത്തുകയായിരുന്നു. ആവശ്യമായ പ്രാഥമിക പരിചരണം നൽകിയ ശേഷം ഇരുവരെയും സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് മാറ്റി. അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് നാളെ ഖത്തറിൽ കിക്ക് ഓഫ് വിസിൽ മുഴങ്ങും. ഉദ്ഘാടന മത്സരത്തിൽ ഖത്തർ ഇന്തോനേഷ്യയെ നേരിടും. ഓസ്ട്രേലിയ ജോർദാൻ മത്സരവും നാളെ നടക്കും. മാസങ്ങൾക്ക് മുമ്പ് ഏഷ്യൻ ഫുട്ബോളിന്റെ സിംഹാസനം സ്വന്തമാക്കിയ ഖത്തർ യൂത്ത് ഫുട്ബോളിലും കിരീടം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. ഒപ്പം പാരീസ് ഒളിമ്പിക്സിലേക്ക് ടിക്കറ്റും. ആദ്യ മത്സരത്തിൽ ഇന്തോനേഷ്യയാണ് അന്നാബികൾക്ക് വെല്ലുവിളി ഉയർത്താനെത്തുന്നത്. വൈകിട്ട് 6:30 ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ എ ഗ്രൂപ്പിലെ ശക്തരായ ഓസ്ട്രേലിയയും ജോർദാനും നേർക്കുനേർ വരും. ഏഷ്യൻ കപ്പിൽ ഫൈനൽ വരെ എത്തി വിസ്മയിപ്പിച്ച ചേട്ടന്മാരുടെ പാത പിന്തുടരുകയാണ് ജോർദാൻ ടീമിന്റെ വെല്ലുവിളി. ചരിത്രത്തിലെ ആദ്യ ഒളിമ്പിക്സ് ബർത്തും അവർ സ്വപ്നം കാണുന്നുണ്ട്. 4 ഗ്രൂപ്പുകളിലായി 16 ടീമുകളാണ് AFC യൂത്ത് ഏഷ്യൻ കപ്പിൽ മത്സരിക്കുന്നത്. യൂറോപ്യൻ ലീഗിൽ കളിക്കുന്ന താരങ്ങളെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചാണ് ജപ്പാനും കൊറിയയുമൊക്കെ ഖത്തറിലെത്തിയിരിക്കുന്നത്. മീഡിയ 1 ദോഹ. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ വീണ്ടും സൗദിയിലെ അൽ ഹിലാലിൽ പരിശീലനത്തിനെത്തുന്നു. ജൂണിൽ ആരംഭിക്കുന്ന പരിശീലനത്തിൽ നെയ്മർ പങ്കെടുക്കുമെന്ന് താരത്തിന്റെ ഡോക്ടർ അറിയിച്ചു. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെ കാൽമുട്ടിന് പരിക്കേറ്റ നെയ്മർ മാസങ്ങളായി ചികിത്സയിലായിരുന്നു. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ വീണ്ടും കളിക്കളത്തിലെത്തുകയാണ്. അൽ ഹിലാലിന്റെ ഗ്രൂപ്പ് പരിശീലനത്തിലേക്കുള്ള താരത്തിന്റെ തിരിച്ചുവരവ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് താരത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ അറിയിച്ചു. ജൂൺ 20-നും ജൂലൈ 14-നും ഇടയിൽ നടക്കുന്ന സെഷനിൽ നെയ്മർ പങ്കെടുക്കും. ഓഗസ്റ്റിൽ തുടങ്ങുന്ന മത്സരങ്ങളിൽ താരത്തിന് പങ്കെടുക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ നേരത്തെ അറിയിച്ചിരുന്നു. കാൽമുട്ടിലെ ലിഗ്മെന്റിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് മാസങ്ങളായി ഫുട്ബോളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു താരം. ഉറുഗ്വേക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് നെയ്മറിന് കാലിന് പരിക്കേറ്റത്. തുടർന്ന് ബ്രസീലിൽ വിദഗ്ധ ചികിത്സയിലായിരുന്നു. ഈ സീസണിന്റെ തുടക്കത്തിലാണ് ഫ്രഞ്ച് ക്ലബ്ബായ PSG-യിൽ നിന്നും നെയ്മർ അൽ ഹിലാലിലെത്തിയത്. എന്നാൽ 5 മത്സരങ്ങളിൽ മാത്രമേ അൽ ഹിലാലിന് വേണ്ടി ജേഴ്സി അണിയാൻ താരത്തിന് സാധിച്ചുള്ളൂ. 2025 വരെയാണ് അൽ ഹിലാലുമായുള്ള നെയ്മറിന്റെ കരാർ. മീഡിയ 1 ജിദ്ദ. വിഷു ആഘോഷിച്ച് സൗദിയിലെ പ്രവാസികളും. പെരുന്നാൾ അവധിയിലെത്തിയ ഇത്തവണത്തെ വിഷു വീടുകളിൽ തന്നെ ആഘോഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് കുടുംബങ്ങൾ. കടൽ കടന്നെത്തിയ വിഭവങ്ങൾ സ്വരൂപിച്ച് വിഷുക്കണിയൊരുക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ആഘോഷം പങ്കിട്ടു. ഇത്തവണ ചെറിയ പെരുന്നാളും വിഷുവും ഒന്നിച്ചെത്തിയത് സൗദിയിലെ പ്രവാസികൾക്ക് അനുഗ്രഹമായി. ഒരാഴ്ച നീണ്ട പെരുന്നാൾ അവധിയുടെ അവസാന ദിനത്തിൽ വിഷു കൂടി ആഘോഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് പലരും. കടൽ കടന്നെത്തിയ വിഭവങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങി കണിയൊരുക്കിയും വിഭവസമൃദ്ധമായ സദ്യയൊരുക്കിയും ആഘോഷത്തിന് പൊലിമയേകി. ഈ പ്രവാസ ജീവിതത്തിൽ പലപ്പോഴും വിഷു പോലുള്ള ആഘോഷങ്ങളിൽ നാട്ടിലെത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നില്ല. മെയിൻലി നമ്മുടെ ജോലി, കുട്ടികളുടെ പഠിത്തം കാരണമല്ലാണ്. ഈ പ്രതിസന്ധികൾ ഒക്കെ മറികടന്ന് നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വിഷുക്കോടി അണിഞ്ഞ് സദ്യ ഒരുക്കി കണിയൊരുക്കി എല്ലാവരും കൂടി ചേർന്ന് വിഷു ആഘോഷിക്കുകയാണ്. നാട്ടിൽ സ്കൂൾ അവധിയായതിനാൽ നിരവധി കുടുംബങ്ങൾ അവധിക്കാലം ചിലവഴിക്കാനായി സൗദിയിലെത്തിയിട്ടുണ്ട്. ഇത് കുടുംബവുമൊത്തുള്ള ആഘോഷത്തിന് വഴിയൊരുക്കി. നമ്മൾ മലയാളികൾക്ക് വിഷു ഒരു വലിയൊരു ആഘോഷമാണ്. അപ്പോൾ അത് പ്രവാസ ലോകത്ത് നമുക്കത് മക്കളോട് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയും. പക്ഷേ ഞങ്ങൾ എല്ലാ കൊല്ലവും ഞങ്ങളുടെ മക്കൾക്ക് വിഷുക്കണിയും വിഷു കൈനീട്ടവും സദ്യയും ഒരുക്കി അവരോട് ഇത് പകർന്നു കൊടുക്കുന്നുണ്ട്.
എന്നാൽ പതിവ് പോലെ അധിക പേരുടെയും ആഘോഷം ഹോട്ടലുകളിൽ നിന്നുള്ള വിഷുസദ്യയിൽ ഇത്തവണയും ഒതുങ്ങി. കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങൾക്ക് വാരാന്ത്യം വരെ കാത്തിരിക്കേണ്ടി വരും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. തിരുവനന്തപുരം മണക്കാട് സ്വദേശി മുഹമ്മദ് ഷിയാസ് ഖത്തറിൽ മരിച്ചു. 39 വയസ്സായിരുന്നു. പ്രവാസി വെൽഫെയർ പ്രവർത്തകനായ മുഹമ്മദ് ഷിയാസ് ഡെലിജന്റ് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പ്രവാസി വെൽഫെയർ റീപാട്രീഷന്റെ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ കുറഞ്ഞ തോതിൽ മഴ ലഭിച്ചു. അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് UAE കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ മഴ കനക്കാനുള്ള സാധ്യതയുമുണ്ട്. വാഹനം ഓടിക്കുന്നവരും മറ്റും അതീവ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. KMCC സലാലയിൽ ഈദാഘോഷവും ബിരിയാണി പാചക മത്സരവും സംഘടിപ്പിച്ചു. ലുലു ഹൈപ്പർ മാർക്കറ്റുമായി ചേർന്ന് 40ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 20 പേർ പങ്കെടുത്ത പാചക മത്സരത്തിൽ ഷഹനാസ് ഷംസുദ്ദീൻ 1ാം സ്ഥാനവും ഷബ്ന ബഷീർ 2ാം സ്ഥാനവും സുമയ്യ മജീദ് 3ാം സ്ഥാനവും നേടി. ഷെഫുമാരായ സുമേഷ്, സുരേഷ്, വിപിൻ ചോറൻ എന്നിവർ വിധികർത്താക്കളായിരുന്നു. വനിതാ നേതാക്കളായ ഹഫ്സ നാസർ, മൈമൂന റഷീദ് എന്നിവരും സംബന്ധിച്ചു. വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഈദാഘോഷത്തിന്റെ ഭാഗമായി സംഗീത വിരുന്നും വിവിധ നൃത്തങ്ങളും അരങ്ങേറി. VC മുനീർ, ഫൈസൽ വടകര എന്നിവർ നേതൃത്വം നൽകി. ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന പരിപാടി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂരാണ് ഉദ്ഘാടനം ചെയ്തത്. ലുലു ജനറൽ മാനേജർ മുഹമ്മദ് രമാബും സംബന്ധിച്ചു. ഫൈസൽ വടകര അധ്യക്ഷത വഹിച്ചു. ഷബീർ കാലടി, റഷീദ് കൽപ്പറ്റ, സലാം ഹജി എന്നിവർ ആശംസകൾ നേർന്നു. നിസാർ ചക്കര, അഷ്റഫ് വയനാട്, ഹാഷിം കോട്ടകൽ, റഹീം തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല. ഗാന്ധി സ്മൃതി കുവൈത്ത് സബർമതി ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകിയ ആദ്യത്തെ വീട് കൈമാറി. അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പയ്യമ്പള്ളി കുന്നേൽ, ഫാദർ സോജൻ പനച്ചികൽ, ഫാദർ ജോജോ എന്നിവർ ചേർന്നാണ് താക്കോൽ കൈമാറിയത്. ചടങ്ങിൽ മധു മാഹി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് മനോജ് M കണ്ടത്തിൽ, ലിസി സിറേഖ്, ജിനേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കാനഡയിലെ മലയാളികൾ വിപുലമായ പരിപാടികളോടെ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. മുസ്ലിം അസോസിയേഷൻ ഓഫ് കാനഡയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടിയിൽ കാനഡയിലെ ചെറുകിട വ്യാപാര വകുപ്പ് മന്ത്രി റിച്ചി വാൾഡസ് ഈദ് ആശംസ നൽകി. സ്പോൺസർ ഹംദി അബ്ബാസ് ചോല മുഖ്യാതിഥിയായി. എംമാക് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം, ഹനാൻ അബ്ദുൽ സലാം, സാബിർ ബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രസിദ്ധ അറബ് കനേഡിയൻ ഗായകൻ അരി സോൾഫോലിന്റെ സംഗീത പരിപാടിയും പരമ്പരാഗത കലാരൂപമായ ഡാബ്കെ നൃത്തവും ഈദ് സംഗമത്തെ ശ്രദ്ധേയമാക്കി. മലപ്പുറം സ്വദേശി സൗദിയിലെ ജിദ്ദയിൽ മരിച്ചു. കൂട്ടിലങ്ങാടി പള്ളിപ്പുറം സ്വദേശി ചേരിയിൽ നജ്മുദ്ദീനാണ് മരിച്ചത്. വെള്ളിയാഴ്ച പെരുന്നാൾ അവധിക്ക് ശേഷം ജോലിസ്ഥലമായ അൽബഹയിലേക്ക് മടങ്ങാനായി വാഹനം കയറാനെത്തിയപ്പോഴായിരുന്നു മരണം. മൃതദേഹം ജിദ്ദയിലെ മഹജർ കിങ് അബ്ദുൽ അസീസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ നടന്നു വരികയാണെന്ന് ജിദ്ദ KMCC വെൽഫെയർ വിംഗ് അറിയിച്ചു. കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന രാജു സക്കറിയ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. അസുഖബാധിതനായി നാട്ടിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയായിരുന്നു. കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരാധനായ സക്കറിയാസിന്റെ മകനാണ്. സംസ്കാര ശുശ്രൂഷകൾ ചൊവ്വാഴ്ച ജന്മദേശമായ മണിമലയിൽ നടക്കും. രാജു സക്കറിയാസിന്റെ നിര്യാണത്തിൽ KIG കുവൈത്തും തനിമയും അനുശോചിച്ചു. ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ചങ്ങാതിക്കൂട്ടം കുവൈത്ത് ചെറിയ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഗസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തുടങ്ങിയ പരിപാടിയിൽ കുവൈത്തിലെ നിരവധി ബിസിനസ്, സാമൂഹ്യ പ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഖബ്ദിലെ ഫാം ഹൗസിലാണ് പരിപാടികൾ നടന്നത്. ഷബീർ മണ്ടോളി, സിദ്ദീഖ് വലിയകത്ത്, സത്താർ കുന്നിൽ, സിദ്ദീഖ് തസക്കീർ എന്നിവർ സംസാരിച്ചു. റാഫിഖ് അല്ലായി, റാഫി കാലിക്കറ്റ്, അൻവർ സാരംഗി, നജീബ് VS, നൌഫൽ മാഹി എന്നിവർ ഗാനമാലപിച്ചു.
ഖത്തറിലെ തിരൂർക്കാരുടെ കൂട്ടായ്മയായ ക്യൂ ടീം പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജഹഫർ ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഖത്തറിലെ വിവിധ സാംസ്കാരിക മേഖലയിലെ നേതാക്കൾ സംബന്ധിച്ചു. ക്യൂ ടീം സാഹിത്യ വിഭാഗം കൺവീനർ ഷംല ജഹഫർ സ്വാഗതം പറഞ്ഞു. ഷബീബ് ഷൈബി, മുത്തു, ICRC എന്നിവർ പരിപാടി നിയന്ത്രിച്ചു. സൗദിയിൽ അൽബാഹ KMCC പെരുന്നാൾ ദിനത്തിൽ ഫാമിലി മീറ്റും ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു. 8 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ അൽ ഫൈസൽ സ്റ്റോറിനെ പരാജയപ്പെടുത്തി പിസ ലാൻഡ് അൽബാഹ കിരീടം ചൂടി. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി പലതരം കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുവൈത്ത് ജൂബിലി വേദമഹാവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ 2024 സമാപിച്ചു. നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നടന്ന ചടങ്ങിൽ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ റിനിൽ പീറ്റർ, ഫാദർ ലിജു കെ പൊന്നച്ചൻ, മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു. ബൈബിൾ സ്കൂൾ സ്റ്റാർ 2024 റീൻ മേരി ജോണിനെയും റണ്ണറപ്പായി റിയ മറിയം ജോസിനെയും തെരഞ്ഞെടുത്തു. ഖത്തറിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ദുബായിലേക്ക് പോകുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം ട്രഷറർ കുൽദീപ് കൗർ ബഹലിന് യാത്രയയപ്പ് നൽകി. ഗാർഹിക തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ കുൽദീപ് കൗർ നടത്തിയ സേവനങ്ങൾക്ക് ഇന്ത്യൻ അംബാസഡർ വിപുൽ നന്ദി അറിയിച്ചു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ അധ്യക്ഷനായിരുന്നു. കറൻസി വിനിമയ നിരക്കിൽ സൗദി റിയാൽ 22 രൂപ 29 പൈസ, UAE ദിർഹം 22 രൂപ 77 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 97 പൈസ, ഒമാനി റിയാൽ 217 രൂപ 95 പൈസ, കുവൈത്ത് ദിനാർ 272 രൂപ 61 പൈസ, ബഹ്റൈൻ ദിനാർ 222 രൂപ 60 പൈസ. വിവിധ നഗരങ്ങളിലെ താപനില നോക്കാം. ജിദ്ദ കുറഞ്ഞ താപനില 23, കൂടിയ താപനില 33. റിയാദ് കുറഞ്ഞ താപനില 22, കൂടിയ താപനില 33. ദമാം കുറഞ്ഞ താപനില 21, കൂടിയ താപനില 33. ഒമാൻ കുറഞ്ഞ താപനില 26, കൂടിയ ഒമാനിലെ മസ്കറ്റ് കുറഞ്ഞ താപനില 26, കൂടിയ താപനില 29. സലാല കുറഞ്ഞ താപനില 28, കൂടിയ താപനില 32. കുവൈത്ത് കുറഞ്ഞ താപനില 20, കൂടിയ താപനില 33. ഖത്തർ കുറഞ്ഞ താപനില 18, കൂടിയ താപനില 33. ദുബായ് കുറഞ്ഞ താപനില 25, ദുബായ് കൂടിയ താപനില 33. അബുദാബി കുറഞ്ഞ താപനില 23, കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്.